ചാനൽ. ആദ്യം തന്നെ ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയാം. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ എൻ്റെ ഗ്രൂപ്പ് മെമ്പേഴ്സ് ആയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. അപ്പോൾ അവർ നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് വാച്ച് അവർ കൂട്ടി, അതുപോലെ തന്നെ സബ്സ്ക്രൈബേഴ്സ് കൂടി, വ്യൂസ് കൂടി എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഒരു മെസ്സേജ് അയക്കുന്നുണ്ട് നമ്മുടെ ഗ്രൂപ്പ് മെമ്പേഴ്സ് തന്നെ. അപ്പോൾ അവരൊക്കെ പേഴ്സണലായിട്ടും ഗ്രൂപ്പിൽ എനിക്ക് ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട്, ഒരുപാട് താങ്ക്സ് ഉണ്ടെന്നും പറഞ്ഞു. അപ്പോൾ എനിക്കും സന്തോഷമുണ്ട്. എന്നെപ്പോലെ നിങ്ങൾ വളർന്നു വരുമ്പോൾ എന്തായാലും പതുക്കെ പതുക്കെ നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആക്കി എടുക്കാം. എനിക്കിപ്പോൾ തന്നെ വാട്സപ്പിൽ ഒരുപാട് ഗ്രൂപ്പുണ്ട്. അപ്പോൾ ആ ഗ്രൂപ്പിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും കൂടി കോർഡിനേറ്റ് ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് 1K സബ്സ്ക്രൈബർ എല്ലാവർക്കും ആക്കുന്ന രീതിയിൽ നമ്മളൊരു ടെലഗ്രാം ചാനൽ കൂടി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് കൂടി ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇന്നലത്തെ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട്, ഇന്നത്തെ വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അതിൽ ജോയിൻ ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമുക്ക് എല്ലാവർക്കും അറിയാം വ്യൂസ് ഇല്ലാത്തത് ഒരു ഭയങ്കര പ്രശ്നമാണെന്ന്. അപ്പോൾ വ്യൂസിനെ ബേസ് ചെയ്തിരിക്കും നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നതായാലും, അതുപോലെ തന്നെ വാച്ച് അവർ ഇൻക്രീസ് ചെയ്യുന്നതായാലും, കമൻറ്റ് ആൾക്കാരിടുന്നതായാലും, അതുപോലെ തന്നെ ലൈക്സ് കിട്ടുന്നതായാലും. ഇപ്പോൾ ഏകദേശം യൂട്യൂബ് റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ 10,000 പേരിലേക്കായിരിക്കും നമ്മുടെ ചാനൽ റെക്കമെൻഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിലേതെങ്കിലും ഒരു വീഡിയോ. പക്ഷേ അതിൽ നമ്മുടെ വീഡിയോ പകുതിയും അല്ലെങ്കിൽ പകുതി മുക്കാലും കാണുന്നത് ഒരു 5,000 പേരാണെന്ന് വിചാരിച്ചു. അതിലും 1000 പേരെ നമുക്ക് ലൈക്സും കമൻറ്റൊക്കെ തരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് 10,000 തന്നെ ഒതുങ്ങി നിൽക്കേണ്ടതാണ് നമ്മുടെ വീഡിയോ. 1 lakh എബോയൊക്കെ നമ്മുടെ വീഡിയോ കൂടുതലും വൈറൽ ആകണ്ടേന്ന്. അപ്പോൾ അതിനുള്ള ഒരു ട്രിക്കാണിത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ പരീക്ഷിച്ച് നോക്കിയൊരു ട്രിക്കാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ ട്രിക്ക് പരീക്ഷിച്ച് നോക്കുന്നത്. അപ്പോൾ കൈയോടെ തന്നെ നിങ്ങൾക്ക് നെക്സ്റ്റ് വീഡിയോ ഇതിനെപ്പറ്റി പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ സംഭവം എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ സബ്സ്ക്രൈബും ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും എനിക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഗൈസ്, നമുക്ക് അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യാം. YT സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നതാണ് നമ്മുടെ ഡാഷ്ബോർഡും കണ്ടന്റും അനലിറ്റിക്സും കമന്റ് സെക്ഷനും ഏണൊക്കെ. പക്ഷേ എൻ്റെ വീഡിയോസ് പുതിയതായിട്ട് കാണുന്നവരാണെങ്കിൽ അവർക്ക് അതിനെപ്പറ്റി അറിയണമെന്നില്ല. അപ്പോൾ നമ്മുടെ YT സ്റ്റുഡിയോ എന്ന് പറയുന്ന ആപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ കണ്ടന്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷൻ എടുക്കുക. അതിന് ലെഫ്റ്റ് സൈഡിലായിട്ട് ആദ്യം കാണുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ലൈൻസിൻ്റെ. ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഫിൽറ്റേഴ്സ് സോൾട്ട് ബൈ മോസ്റ്റ് റീസെന്റ്, മോസ്റ്റ് വ്യൂവിഡ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ മോസ്റ്റ് വ്യൂവിഡ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അപ്ലൈ കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയിരിക്കുന്ന വീഡിയോ. നിങ്ങൾ എന്ത് ചെയ്യണം? അത് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ എഡിറ്റ് എന്ന ഓപ്ഷൻ എടുക്കുക. എഡിറ്റ് എന്ന ഓപ്ഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ചു നോക്കുക. നമ്മൾ എന്തൊക്കെയാണ് കൊടുത്തതെന്ന്. ഒന്നെങ്കിൽ നമ്മൾ അത് തന്നെ കോപ്പി ചെയ്തെടുക്കുക. കോപ്പി ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ബാക്ക് അടിക്കുക. ബാക്ക് അടിച്ചിട്ട് നമ്മൾ പുതിയതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഏതാണ്, അതും സെയിം റിലേറ്റഡ് ആയിരിക്കണം കേട്ടോ. ആ വീഡിയോ ഏതാണോ ആ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊണ്ട് ഇത് പേസ്റ്റ് ചെയ്യുക. നിങ്ങൾ കോപ്പി ചെയ്ത് ആ ഡിസ്ക്രിപ്ഷനിൽ പേസ്റ്റ് ചെയ്യുന്ന കണ്ടന്റിന്റെ താഴെയായിട്ട് ഇനിയൊരു സ്പെഷ്യൽ സീക്രട്ട് കൊടുക്കാം. അതെന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മെയിൻ യൂട്യൂബ് ചാനലിൽ നിന്ന് നിങ്ങൾ ഏറ്റവും കൂടുതൽ വീഡിയോ കണ്ടിരിക്കുന്നത് ആരുടെയാ, ആഷ് എന്ന് പറഞ്ഞ് അവരുടെ പേര് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം നമ്മൾ ടാഗ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, YT സ്റ്റുഡിയോയിൽ തന്നെയുണ്ട് ടാഗ് എന്ന് പറയുന്ന ഓപ്ഷൻ. അവിടെയും ഇതുപോലെ നമ്മുടെ ഏറ്റവും ടോപ്പ് കണ്ടന്റ് നിൽക്കുന്ന വീഡിയോസിന്റെ ഡിസ്ക്രിപ്ഷനും ഒപ്പം നമ്മുടെ ഹാഷ്ടാഗ് ഇട്ടിട്ട് നമ്മുടെ പേരും ഒപ്പം നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ബ്ലോഗറിന്റെ ചാനലിന്റെ പേര് കൂടി ഹാഷ്ടാഗ് ഇട്ട് നമ്മൾ കൊടുക്കുന്നു. ഇതെന്തിനാ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് ചോദിച്ചാൽ, വലിയ ഫേമസ് ആയിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ബ്ലോഗറിന്റെ ചാനൽ സെർച്ച് ചെയ്യുന്നവർ നമ്മുടെ ചാനലും കാണുകയും അതുപോലെ നമ്മുടെ ചാനലും റെക്കമെൻഡേഷനിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇപ്പോൾ ഒരു 10,000-ലാണ് നമ്മുടെ റെക്കമെൻഡേഷൻ നിൽക്കുന്നതെങ്കിൽ അത് ഒരു 50,000 അല്ലെങ്കിൽ 1 lakh എബോയൊക്കെ കടക്കും. കാരണം അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബ്ലോഗറിന്റെ ചാനലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുൾ ആകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ആ ബ്ലോഗർ എപ്പോഴാണ് വീഡിയോ ഇടുന്നത് അതിന് തൊട്ടടുത്ത ടൈമിൽ തന്നെ നമ്മൾ വീഡിയോ ഇടുമ്പോഴാണ്. കാരണം അത് വൈറലാകുന്ന 28 മണിക്കൂർ അല്ലെങ്കിൽ 48 മണിക്കൂറിൽ നമുക്കും നമ്മുടെ ചാനലിൽ നമ്മൾ ഇട്ടിരിക്കുന്ന വീഡിയോസും വൈറലാകുന്നതായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ഇതുകൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. നിങ്ങൾക്ക് വ്യൂസ് കൂടുന്നതനുസരിച്ച് സബ്സ്ക്രൈബേഴ്സും കൂടും. അതുപോലെ പെട്ടെന്ന് തന്നെ വാച്ച് അവർ കംപ്ലീറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ ചാനലിലെ മോണിറ്റൈസേഷനിൽ എത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കണ്ടന്റ്. നിങ്ങൾ എന്തായാലും മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചാനലിലെ നമ്മുടെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് പ്രയോജനകരമായ രീതിയിലാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെന്ന് വിചാരിക്കുന്നു. നമ്മുടെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണം. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.